ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സാസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയുമായി ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിൽ അല്ലെങ്കിൽ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിനെക്കുറിച്ച്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്തിടുക. അങ്ങനെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ശരി, അപ്പം ഈ കോവിലിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി വരാം. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെട്ടു. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പെരിയ കോവിൽ. തഞ്ചാവൂർ പെരിയ കോവിൽ എന്നും പറയും. അതുമാത്രമല്ലാതെ രാജരാജ ക്ഷേത്രം അല്ലെങ്കിൽ രാജരാജ കോവിൽ എന്നും ഈ ക്ഷേത്രത്തിനെ അറിയപ്പെട്ടു പോന്നിരുന്നു. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 കംപ്ലീറ്റ് ചെയ്തത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഇതിനുള്ളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഒരു വലിയ ശിവലിംഗം, അത് ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു ശിവലിംഗം ഇതിൻ്റെ പ്രതിഷ്ഠയായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണ് ഇത് എന്ന് കണക്കാക്കപ്പെടുന്നു. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ 1013 പൂർത്തിയായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ കണ്ടുവന്നിരുന്ന ഏറ്റവും ഉയരം കൂടിയ ഗോപുരം ഈ തഞ്ചാവൂർ പെരിയ കോവിലായിരുന്നു ഉണ്ടായിരുന്നത്. AD 1010 അരുൾമൊഴിവർമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് ഇതിൻ്റെ പണി നടന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ, ഇപ്പോൾ കാണുന്ന ഈ പുറം മതിലിൻ്റെ സ്ട്രക്ചറെല്ലാം പണി കഴിപ്പിച്ചത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിൽ ഉള്ള വലിപ്പമേറിയ കലശമുണ്ട്. ഈ 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പവും ഇവിടുത്തെ ഒരു പ്രധാന ശില്പങ്ങളിൽ ഒന്നാണ്. 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളിലുള്ള പ്രവേശന ഗോപുരവും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. കുഞ്ചരമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രം. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമായി ഈ ബൃഹദീശ്വര ക്ഷേത്രത്തെ അല്ലെങ്കിൽ തഞ്ചാവൂർ പെരിയ കോവിലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. രാജരാജ ചോഴൻ പണികഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവരൂപത്തിന് രാജരാജേശ്വരൻ എന്നും ഈ ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രം എന്നു പേർ വന്നു എന്നാണ് ചരിത്രം. പെരുവുടയാർ കോവിൽ എന്നത് പെരിയ ആവുടയാർ കോവിലിനെ സൂചിപ്പിക്കുന്നു. ശിവന്റെ ഒരു നാമമാണ് ആവുടയാർ. ചോഴ ഭരണകാലത്താണ് ഈ പേരുകൾ നിലനിന്നിരുന്നത്. ഇപ്പോൾ അങ്ങനെ സാധാരണയായി പേരുകളൊന്നും നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർക്ക് കാണാറില്ല. 17-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിലെ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദേശ്വരം എന്ന പേരിലാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. രാജരാജ ചോഴൻ്റെ 25-ാം ഭരണവർഷത്തിലെ 275-ാം ദിവസമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായെന്നാണ് ചരിത്രം. കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് രാജരാജ ക്ഷേത്രത്തിൻ്റെ ശില്പി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ മതിലിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്.
പുറത്തെ മതിലായ തിരുച്ചുറമാളികയുടെ നിർമ്മാണ നേതൃത്വം രാജരാജ ചോഴൻ്റെ സൈന്യാധിപനായ കൃഷ്ണരാമൻ്റെ നേതൃത്വത്തിലും ഭരണം അതിസതൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥൻ്റെ കീഴിലുമായിരുന്നു. ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മൊത്തം വിസ്തീർണം 800 × 400 അടി ആണ്. എന്നാൽ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് 500 × 250 ആ ഒരു പ്രപ്പോർഷൻ, അങ്ങനെ ഒരു അടി പ്രപ്പോർഷനിലാണ്. ഈ നിർമ്മാണത്തിന് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ മൊത്തം 1.3 ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടി വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. രാജരാജേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായും 2 ഗോപുരങ്ങളാണ്, ഒരു ഗോപുരങ്ങളുള്ള കവാടങ്ങളാണുള്ളത്. ആദ്യം കാണുന്ന കവാടത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവയിൽ എന്നാണ്. കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജൻ ഒന്നാമന് ലഭിച്ച പേരാണത്രേ കേരളാന്തകൻ. കേരളത്തിൻ്റെ അന്തകൻ എന്നുള്ള ഒരു പേര് കൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിരുന്നു ഈ 5 നിലകളുള്ള ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയിൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഗോപുരത്തിൻ്റെ ബേസ്മെൻ്റ് അളവ് 90 × 55. അതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ വീതി 15 അടിയാണ്. നിരവധി മനോഹരമായ ശില്പങ്ങൾ ഈ ഗോപുരത്തിൽ മനോഹരതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ഗോപുരത്തിൽ തന്നെ ദക്ഷിണാമൂർത്തിയുടെയും തെക്ക് ദക്ഷിണാമൂർത്തിയുടെയും വടക്ക് ബ്രഹ്മാവിൻ്റെയും പ്രതിഷ്ഠകൾ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ പേര് രാജരാജൻ തിരുവയിൽ എന്നാണ്. നിറയെ പുരാണ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരം ഈ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന അല്ല പഠന വിഷയമാക്കിയവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഈ കവാടത്തിൽ ശിവമാർക്കണ്ഡേയ പുരാണങ്ങൾ മാത്രമല്ല അർജുന കിരാത സന്ദർഭവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കവാടത്തിന് 3 നിലകളാണുള്ളത്. ഇതിലെ ഒരു പ്രധാന ശില്പമായി പറയുന്നത് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ്. ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഈ ഒരു ശില്പം. ഈ ഗോപുരത്തിലെ ചില ശില്പങ്ങളൊക്കെ മറാത്ത ഭരണകാലത്തിൻ്റെ ശേഷിപ്പുകളെന്ന് കരുതപ്പെടുന്നു. നാഗരാജാവിൻ്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ഗോപുരത്തിൽ ഉണ്ട്. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തനാലാപനത്തിനു വേണ്ടി മാത്രം 50 ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ നൃത്തമണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി 400 നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനായി 100 വാദ്യകലാകാരന്മാരെയും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഹിസ്റ്റോറി അല്ലെങ്കിൽ ചരിത്രം പറയുന്നു. ഇവിടെ നന്ദി മണ്ഡപത്തിലുള്ള നന്ദി ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതും 12 അടി ഉയരവും 20 അടി നീളവും ഉള്ളതാണ്. ഏകദേശം 25 ടൺ തൂക്കവും ഇതിനുണ്ട്. മഹാനന്ദി സ്ഥിതി ചെയ്യുന്ന നന്ദി മണ്ഡപം പല വർണ്ണങ്ങളിലുള്ള ചിത്രപ്പണികൾ നിറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രത്തിലുള്ള ഈ ഒരു ദൃശ്യം രാത്രി എടുത്തതാണ്. അത് അതിമനോഹരമാണ്. രാത്രി ലൈറ്റുകളൊക്കെ വെച്ച് ഇലുമിനേഷനിൽ നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാൻ. ചോഴ, നായ്ക്കർ, മറാഠ രാജാക്കന്മാർക്ക് ചിത്രപ്പണികളോടും കരിങ്കൽ കൊത്തുപണികളോടുമുള്ള താല്പര്യവും കഴിവും ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ക്ഷേത്രത്തിലെ മതിൽക്കെട്ടുകളിൽ പോലും നിറയെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. നായ്ക്കന്മാരുടെ ജീവിതവും ഭരതനാട്യത്തിൻ്റെ 108 അഭിനയ മുദ്രകളും ഈ മതിലുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിലെ കല്ലിന് ഏകദേശം 90 ടൺ ഭാരമുണ്ട്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ചെരുവുതലം ഒരു സ്ലോപ്പായി നിർമ്മിച്ച് കല്ലുകൾ അതിലൂടെ നിരക്കി നീക്കിയാണ് ഈ ഗോപുരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മേലെ എത്തിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ്
തഞ്ചാവൂർ പെരിയ കോവിലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി പുതിയ ഒരു വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.